സ്പെഷ്യലായിട്ട് ഹസ്ബൻഡാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിച്ചു. ഓക്കെ, വാ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കടുക് ഇച്ചിരി ഇട്ടേക്കാം. എന്നിട്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഉള്ളിയും കൂടെ ചതച്ച് എടുത്തതാണ്. അതങ്ങ് ഇടുകയാണ്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ഇടണം. കരിവേപ്പില കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ഇട്ട് ആ കൂടെ നമ്മൾ ഈ കരിവേപ്പിലയും കൂടെ ഇട്ട് ഇപ്പം തന്നെ ചെറിയ സ്മെല്ലൊക്കെ വന്നുണ്ട്. ഇപ്പോഴാണ് എൻ്റെ ആ പാചകത്തിൻ്റെതായ ഒരു അല്ലെങ്കിൽ ഇത് കിടന്ന് പിടച്ചുകൊണ്ടിരുന്ന വലിയ പാടാണ്. മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മുടെ ആദ്യം ഇട്ട അരപ്പിനകത്തേക്ക് ഇടുകയാണ്. പൊടികളെല്ലാം കൂടി ഓക്കെ. ശകലം തീ കൂട്ടി നമ്മൾ ഒരു ശകലം വെള്ളം ഒഴിച്ചേക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചേക്കാം. 1 കപ്പ് ഒഴിക്കണ്ട, 1/2 കപ്പ്. കുറച്ചും കൂടെ ഒഴിച്ചാൽ അറിയാം. അരിയുണ്ട് എന്നെ സഹായിക്കാൻ. ഇനി നമ്മൾ ഉപ്പാണിത് 1.5 സ്പൂണ്. 1 സ്പൂൺ മതി. തിളച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ കുറച്ച് മീൻ ഇട്ടാക്കാം അല്ലേ? നോക്കട്ടെ. ഒരു 4 കഷ്ണം പുളി, കുടംപുളി. ഓക്കെ. ഇനി അവനങ്ങ് വെട്ടി തിളയ്ക്കുമ്പോൾ വേണ്ട നമുക്കൊന്ന് അടച്ചു വെക്കാണ്. അവിടെ അങ്ങ് ഇരിക്കട്ടെ കേട്ടോ. ഇപ്പൊ കേരയാണ്. അരപ്പ് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേരയാണ് അങ്ങ് ഇടുവാണ്. അടച്ചു വെക്കുന്നു. ആയോ നോക്കട്ടെ കേട്ടോ. ഹായ്, ആയിട്ടുണ്ട്. നല്ല സ്മെല്ല്.
ആയിട്ടുണ്ട്. ആ ആയിട്ടുണ്ട്. ഓക്കെ. എല്ലാ പ്രാവശ്യം കാര്യം ഉണ്ടാക്കിയിട്ട് ഞാനാണ് പറഞ്ഞത്. അവളെ കൊണ്ട് നോക്കിട്ടെ. സൂപ്പറാ, അടിപൊളിയായി. ഓ എന്നെ സമ്മതിക്കണല്ലേ. എന്തേ ഞാൻ ഓഫാക്കുകയാണേ. നിങ്ങളും ഇതുപോലെ ചെയ്യണം. ഇതേപോലെ സംശയം ഉണ്ടെങ്കിൽ ഭാര്യയോട് ചോദിക്കുക, ഭാര്യ സഹായിക്കും. ഓക്കെ. ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, കമന്റ് ഇടണം. ഓക്കെ. വീണ്ടും സന്ധിക്കും വരെയും വണക്കം. ഗുഡ് നൈറ്റ്.